ഇതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഞാൻ ഉപയോഗിക്കുന്നത് റൂഫ് ടോപ്പിലുള്ള ചെടികളെല്ലാം നനയ്ക്കാനായിട്ടുള്ള. നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ചെറിയ റൂഫ് ടോപ്പ് ഗാർഡനാണ്. അവിടെ ചെടി നനയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഓട്ടോമേഷൻ സിസ്റ്റം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. കസ്റ്റം മെയ്ഡ് സിസ്റ്റമാണ്. ഞാൻ ഡീറ്റെയിൽ കാണിച്ചു തരാം. അപ്പം എൻ്റെ ചാനലിലെ പ്രോഗ്രാംസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും കമൻ്റ് ഇടുക. ഈ സിസ്റ്റം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ ചാനൽ. ഞാനിപ്പോൾ ഇത് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുവാണെങ്കിൽ ഇത് ടൈമർ രാവിലെ വൈകിട്ട് 2 സമയത്തേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. 3-4 മിനിറ്റ് മതി എനിക്ക് അതിനുള്ള ഷെഡ്യൂൾ ഉള്ളൂ സ്മെല്ല്. അപ്പോൾ അത്രയും സമയം കൊണ്ട് അത് നനയാനുള്ള വെള്ളം സ്റ്റോർ ആയിക്കോളും. അതിന് തന്നെ കട്ട് ഓഫ് ആകും. അപ്പോൾ നമ്മളിവിടെ ഇല്ലാത്ത സമയത്താണെങ്കിലും നമുക്ക് ചെടിയെക്കുറിച്ച് നമ്മൾ വറിയിടാവേണ്ട കാര്യമില്ല. നമുക്ക് ചെടികളെല്ലാം ഓൺ ടൈമിൽ തന്നെ നനഞ്ഞോളൂ. ഇറിഗേഷൻ സിസ്റ്റം ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇത് റൂഫ് ടോപ്പിലുള്ള ഗാർഡൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ചീപ്പ് റേറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ട്രാക്കും ഒക്കെ ഞാൻ ചീപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എക്സ്പെൻസീവായിട്ട് ചെയ്യേണ്ടവർ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ സിസ്റ്റം നമുക്ക് ഇറിഗേഷൻ മാത്രമല്ല, നമുക്കിതിനകത്ത് ഫെർട്ടിലൈസർ ആഡ് ചെയ്യാം. മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ലിക്വിഡ് ഫോമിലുള്ളത് നമുക്കിതിനകത്ത് ആഡ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. നമുക്കതും ഫില്ല് ചെയ്യാം. ഇത് ഓട്ടോമേഷൻ്റെ അൺലിമിറ്റഡ് ആണ്, ഓട്ടോമേഷൻ ലിമിറ്റഡ് അല്ല. ഈ റാക്കിൻ്റെ മുകളിൽ നമ്മളൊരു 50 ലിറ്ററിൻ്റെ ക്യാൻ വെച്ചിട്ടുണ്ട്. അത് പമ്പുമായിട്ട് കണക്റ്റഡ് ആണ്. പമ്പ് ചെയ്ത് വരുന്ന ഡ്രിപ്പിലോട്ട് ഡയറക്റ്റ് പോകുന്നുണ്ട്. അതുകൂടാതെ എക്സ്ട്രാ വരുന്ന വെള്ളം ഈ ടാങ്കിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ അത് പമ്പ് ഓഫ് ആവുന്ന സമയത്ത് അത് ഡ്രിപ്പിലൂടെ തന്നെ റിട്ടേൺ പോകും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വെള്ളം അതിൻ്റെ ടൈമിംഗ് നോക്കിയിട്ട് എത്ര ലിറ്റർ വെള്ളം വേണം ചെടിയുടെ എണ്ണം അനുസരിച്ച് നമ്മൾ അതിനകത്തോട്ട് ഫില്ല് ചെയ്യുക. ഓക്കെ, അത് രാവിലെയും വൈകിട്ടും അല്ലെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിൽ 2-3 പ്രാവശ്യം എത്ര വേണമെങ്കിലും ചെയ്യാം. നമ്മൾക്ക് അതിൻ്റെ ടൈമർ അഡീഷണൽ ഇനി ആഡ് ചെയ്യാം. ഒരു ടൈമർ മാത്രമല്ല, പല ടൈമറുകൾ വയ്ക്കാം. ഈ സിസ്റ്റം വലിയ ഫാമുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ്. അസംബിൾ ചെയ്തെടുത്താണ്. ഇതിനകത്തൊരു ടൈമറും പിന്നെ പവർ സപ്ലൈ ഉണ്ട്, ഒരു മോട്ടറുണ്ട്, പിന്നെ ഒരു നമ്മൾ വളം ഇതൊക്കെ ആഡ് ചെയ്യാനായിട്ട് ഒരു ബോട്ടിൽ പോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ വളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് വെള്ളത്തിൻ്റെ കൂടെ വളമായിട്ട് പോയി. ഒരു 35 ml ഒഴിക്കുന്നത് 15 ലിറ്ററിന് വേണ്ടിയിട്ട്. ഇതൊരു മൈക്രോ ന്യൂട്രിയൻസ് ആണിത്. മല എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ മാനുവലായിട്ട് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ടൈമിങ് വേറെ ടൈമാണ്. ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാനുവലായിട്ട് ഇത് ഓൺ ചെയ്യും. മേളിൽ ഇത് ഡ്രിപ്പ് ഇറിഗേഷനിൽ കണക്റ്റഡ് ആണ്. പിന്നെ മേളിൽ പോയിട്ട് ടാങ്കിലോട്ട് എക്സ്ട്രാ വരുന്ന വെള്ളം ടാങ്കിൽ ഫില്ലാവും. അത് തിരിച്ച് ഡ്രിപ്പ് ഇറിഗേഷനിൽ തന്നെ തന്നെ ഡ്രോപ്പായിട്ട് പോകും. ഇത് വെള്ളത്തിൻ്റെ കൂടെ മിക്സായിട്ട് മേളിലോട്ട് പോയിക്കോളും, ഡ്രിപ്പ് ഇറിഗേഷനിലോട്ട് പോയിക്കോളും. റൂഫ് ടോപ്പിലാണ് എൻ്റെ ഗാർഡൻ ചെയ്യുന്നത്. ഞാൻ കാണിച്ചു അവിടെ പോകുന്നത്. ഇതുണ്ട്, ഇത് ഡൈലൂട്ടായി, വെള്ളത്തിൻ്റെ കൂടെ ഡൈലൂട്ടായി. ഇത് ക്ലിയർ വെള്ളമാവും ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഏകദേശം എനിക്കൊരു 3 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. 3 മിനിറ്റ് കൊണ്ട് എനിക്ക് മേളിൽ അതിനുള്ള ചെടി ഇരിക്കുള്ളൂ. കുറച്ച് ചെടികളുള്ളൂ. ഞാനൊരു ചെടികളെല്ലാം ആയി വരുന്നുള്ളൂ. അത് ക്ലിയർ വെള്ളമായി. ഇപ്പോൾ വളമെല്ലാം പോയി മേളിലോട്ട് പോയി. ഞാനിപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബേസിക് മോഡലാണ്. ബേസിക് മിനിമം ഫീച്ചേഴ്സ് ഓട്ടോമേഷനുള്ള. ഇതിനകത്ത് ഒത്തിരി ടെക്നോളജികൾ ഇപ്പോൾ നാട്ടിൽ അവൈലബിൾ ആണ്. നമ്മൾ ഒന്നുമല്ല, ഇത് ജസ്റ്റ് ഒന്ന്
ഞാനൊരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ ചെയ്തെന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് നിങ്ങളോടും കൂടെ ഒരു കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഓക്കെ, നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റിലിടുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാം ഇനിയും സിസ്റ്റംസ്. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിലാണ്. ഇത് റാക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. വീഡിയോ ഞാൻ ലിങ്ക് ലാസ്റ്റ് ഇടുന്നുണ്ട്, റാക്ക് കണ്ടു നോക്കാം നിങ്ങൾക്ക്. ഇത് തന്നെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ചുരുങ്ങിയ സ്ഥലത്ത് നമുക്ക് 2-3 തട്ടലായിട്ട് ചെടികൾ വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഇറിഗേഷനും നമുക്ക് എളുപ്പമുണ്ട്, അധികം പൈപ്പിൻ്റെ ചിലവൊന്നും വരില്ല. മേളിൽ റൂഫിങ് ചെയ്തിട്ടുണ്ട്, വെള്ളത്തിൻ്റെ പ്രശ്നമല്ലാതെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ചൂട് കുറവുണ്ടാവും. പിന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒത്തിരി ദൂരം നടക്കേണ്ട കാര്യമില്ല, എല്ലാം ഒരു സ്ഥലത്ത് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഈ സെയിം റാക്ക് GI പൈപ്പിലും ചെയ്യാം, അന്നേരം അതിൻ്റെ വെയിറ്റ് കൂടും, എക്സ്പെൻസും കൂടും. ഈ റൂഫ് ഗാർഡൻ ഞാൻ റെഡിയാക്കിയിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചെടികളെല്ലാം വളർന്നു വരുന്നേ ഉള്ളൂ, ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടില്ല ഒന്നും. ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള പൈപ്പിങ്ങാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ചെറിയ സിസ്റ്റം.